ലിവർപൂളിനൊപ്പമുള്ള 9 വർഷ യാത്ര അവസാനിപ്പിക്കാൻ മുഹമ്മദ് സലാ. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തുടരുമോ എന്ന കാര്യത്തിൽ തീർപ്പ് പറയാതെ എൻസോ ഫെർണാണ്ടസ്. യുണൈറ്റഡ് ചെങ്കുപ്പായത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ ഇനിയും കാണാനാകുമോ? സാൻഡ്രോ ടൊണാലിയെയും എലിയറ്റ് ആൻഡേഴ്സണെയും നോട്ടമിട്ട് വമ്പൻ ക്ലബ്ബുകൾ. സമ്മർ ട്രാൻസ്ഫറിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും യൂറോപ്യൻ ഫുട്ബോൾ സർക്കിളുകളിൽ കൂടുമാറ്റ ചർച്ചകൾ ചൂടുപിടിച്ചു തുടങ്ങി. കളം മാറാൻ തയ്യാറായി ആരെല്ലാം? പ്രധാന ക്ലബ്ബുകളുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ആരെല്ലാം? പരിശോധിക്കാം. നിർഭാഗ്യവശാൽ ആ ദിവസം വന്നെത്തി. ലിവർപൂൾ വിടുന്ന കാര്യം സൂചിപ്പിച്ച് മുഹമ്മദ് സലാ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: 2017 ജൂണിൽ AS റോമയിൽ നിന്ന് ആൻഫീൽഡിൽ പറന്നിറങ്ങിയ ഈജിപ്ഷ്യൻ ഫോർവേഡ് പിന്നീട് ലിവർപൂളിന്റെ പ്രിയപുത്രനായി ആരാധക ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുന്നതാണ് കണ്ടത്. ക്ലബിനൊപ്പം നിരവധി കിരീടങ്ങൾ, ഏതു കോട്ടയും പൊളിച്ച് വിജയത്തിലേക്കുള്ള എണ്ണം പറഞ്ഞ ഗോളുകൾ, കളിയുടെ ഗതി മാറ്റിയ കില്ലർ പാസുകൾ. യുർഗൻ ക്ലോപ്പിന് കീഴിൽ പ്രൈം ഫോമിൽ കളം നിറഞ്ഞ 33കാരന് പക്ഷേ ആർനെ സ്ലോട്ടിന്റെ വരവിൽ പലപ്പോഴും പ്രതീക്ഷയ്ക്ക് തുയരാനായില്ല. ടീമിന്റെ മോശം പ്രകടനം പലപ്പോഴും സലാഹിനെയും ബാധിച്ചു തുടങ്ങി. പ്ലേയിങ് 11-ൽ നിന്ന് പതിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലേക്ക്. ഒരു വേള മാറ്റി നിർത്തലിനെതിരെ പരസ്യ പ്രതികരണവുമായും താരം രംഗത്തെത്തി. ഇതോടെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൂടുമാറ്റ അഭ്യൂഹങ്ങൾ അണിയറയിൽ ഉയർന്നു തുടങ്ങിയിരുന്നു. ഒടുവിൽ താരം തന്നെ അത് വ്യക്തമാക്കി. നിലവിൽ സൗദി ക്ലബ്ബുകളാണ് സലാഹിനായി സജീവമായി രംഗത്തുള്ളത്. പോയ സമ്മറിലും പൊന്നും വില നൽകി സലായെ റാഞ്ചാൻ സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ ശ്രമം നടത്തിയിരുന്നെങ്കിലും ലിവർപൂളിനൊപ്പം കരാർ പുതുക്കാനായിരുന്നു താരത്തിന്റെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ സൗദി ക്ലബ്ബുകൾ 150 മുതൽ 200 മില്യൺ പൗണ്ടിന്റെ അടക്കം വമ്പൻ ഡീലുകൾക്കാണ് ഒരുങ്ങുന്നത്. അൽ ഇത്തിഹാദാണ് ഈജിപ്ഷ്യൻ ഫോർവേഡിനായി പ്രധാനമായും കരുക്കൾ നീക്കുന്നത്. മുൻ ലിവർപൂൾ താരം ഫാബിഞ്ഞോയുടെ സാന്നിധ്യവും ഇത്തിഹാദിലുണ്ട്. മേജർ ലീഗ് സോക്കർ ക്ലബ് സാന്റിഗോ FC, ടർക്കിഷ് ക്ലബ് ഗലറ്റസറായ് എന്നിവയും സലാഹിനെ നോട്ടമിട്ട് രംഗത്തുണ്ട്. എൻസോ ഫെർണാണ്ടസ് ചെൽസി വിടുമോ? അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇങ്ങനെയൊരു ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട്. ചെൽസിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് സംശയത്തിനിട നൽകുന്ന വിധത്തിലാണ് അർജന്റീൻ മിഡ്ഫീൽഡർ പ്രതികരിച്ചത്. വരുന്ന ലോകകപ്പിന് ശേഷമാകും ടീം വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നായിരുന്നു എൻസോയുടെ മറുപടി. പ്രീമിയർ ലീഗിൽ 8 മത്സരങ്ങൾ ബാക്കിയുണ്ട്. FA കപ്പിലും കളികളുണ്ട്, പിന്നീട് ലോകകപ്പും. ഇതിനു ശേഷമേ എന്തെങ്കിലും പറയാനാകൂ. യുവതാരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതിനകം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ ചെൽസി നിലവിൽ പ്രീമിയർ ലീഗിലും ടോപ്പ് 4-ലില്ല. എൻസോ മെർസ്കയ്ക്ക് പകരം എത്തിച്ച പരിശീലകൻ ലിയാം റൊസേനിയറിന്റെ ഡിസിഷനുകൾ പലപ്പോഴും പാളുന്നതാണ് കാണുന്നത്. തുടരെ തിരിച്ചടികൾ നേരിട്ടതോടെ ക്ലബ് ഉടമകളായ ബ്ലൂകോക്കെതിരെ ആരാധക രോഷവും അണപൊട്ടി തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് എൻസോയുടെ കൂടുമാറ്റ വാർത്ത പ്രചരിച്ചു തുടങ്ങിയത്. നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് താരത്തിനായി രംഗത്തുണ്ടായിരുന്നു. PSG റഡാറിലും എൻസോയുണ്ടെന്നാണ് വാർത്തകൾ. സൗദി ക്ലബ് അൽ ഇത്തിഹാദും അർജന്റീൻ താരത്തിനായി നീക്കം നടത്തുന്നുണ്ടെങ്കിലും നിലവിൽ സൗദിയിലേക്ക് പറക്കാൻ 25കാരൻ തയ്യാറായിക്കില്ല. 2032 വരെ ചെൽസിയിൽ കരാറുള്ള താരത്തെ ചുളുവിലക്ക് നൽകാൻ എന്തായാലും ചെൽസിയും തയ്യാറാവില്ല. നിലവിലെ സാഹചര്യത്തിൽ 100 മില്യണിലധികമാണ് എൻസോയുടെ മാർക്കറ്റ് വാല്യൂ. ന്യൂകാസിൽ മധ്യനിരയുടെ ബുദ്ധികേന്ദ്രമായ സാൻഡ്രോ ടൊണാലി അടുത്ത സമ്മറിൽ ടീം വിടുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രീമിയർ ലീഗിലെ പ്രധാന ക്ലബ്ബുകൾ 25കാരനെ നോട്ടമിട്ട് രംഗത്തുണ്ടെങ്കിലും ഇറ്റാലിയൻ ലീഗിലേക്ക് മടങ്ങാനാണ് ടൊണാലിയുടെ നീക്കമെന്നാണ് സൂചന. AC മിലാനാണ് ടാർഗറ്റിലുള്ള പ്രധാന ക്ലബ്. എന്നാൽ ന്യൂകാസിൽ മുന്നോട്ട് വെക്കുന്ന വമ്പൻ ട്രാൻസ്ഫർ തുക നൽകാൻ ക്ലബ്ബുകൾ തയ്യാറാകുമോ എന്നും കണ്ടറിയണം. വരുന്ന സമ്മറിൽ ഏവരും ഉറ്റുനോക്കുന്ന താരം എലിയറ്റ് ആൻഡേഴ്സൺ ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡറെ കൂടാരത്തിലെത്തിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സിറ്റി, ആഴ്സണൽ അടക്കമുള്ള പ്രധാന ക്ലബ്ബുകൾക്കെല്ലാം താൽപ്പര്യമുണ്ടെന്നാണ് വാർത്തകൾ. ഫോറസ്റ്റിനൊപ്പം ഇനിയും 3 വർഷ കരാർ ബാക്കിയുണ്ടെങ്കിലും നിലവിൽ ക്ലബിന്റെ മോശം ഫോമിൽ താരം തുടരുമോ എന്ന സംശയം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ബെർണാഡോ സിൽവയുടെ പകരക്കാരനെ തേടുന്ന സിറ്റിയുടെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്നാണ് നിലവിൽ ആൻഡേഴ്സൺ. യൂറോപ്യൻ ഫുട്ബോളിൽ മികച്ച ഭാവിയുള്ള മിഡ്ഫീൽഡർ എന്ന നിലയിലും ക്ലബ്ബുകളുടെ റഡാറിൽ 23കാരൻ ഇതിനകം ഇടം പിടിച്ചു കഴിഞ്ഞു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഭാവിയും ചോദ്യചിഹ്നമായിട്ട് കാലം കുറച്ചായി. പോയ സമ്മറിൽ താരം സൗദിയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ഓഫർ നിരസിച്ച് ഓൾഡ് ട്രഫോർഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിലവിൽ മൈക്കിൾ കാരിക്കിന് കീഴിൽ മികച്ച പ്രകടനമാണ് പോർച്ചുഗീസ് മിഡ്ഫീൽഡർ പുറത്തെടുക്കുന്നത്. ഒരു സീസണിൽ കൂടുതൽ അസിസ്റ്റ് നൽകി ഡേവിഡ് ബെക്കാമിന്റെ ക്ലബ് റെക്കോർഡും അടുത്തിടെ താരം മറികടന്നിരുന്നു. 31കാരൻ ക്യാപ്റ്റനുമായി യുണൈറ്റഡ് കരാർ പുതുക്കുമോ എന്നും കണ്ടറിയണം. ക്ലബ് വിടാൻ തീരുമാനിച്ചാൽ സൗദിയിൽ നിന്നടക്കം മികച്ച ഓഫറുകളാണ് താരത്തെ കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് താരങ്ങൾക്ക് പരമപ്രധാനമാണ്. ഓരോ ലോകകപ്പിന് ശേഷവും ഒട്ടേറെ യങ് ടാലന്റുകളാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വന്നത്. യൂറോപ്പിലെ തിരക്കേറിയ മത്സര ഷെഡ്യൂളിനും വിശ്വമേളയ്ക്കും ശേഷം ട്രാൻസ്ഫർ മാർക്കറ്റിനെ പിടിച്ചുകുലുക്കുന്ന ഡീലുകളുണ്ടാകുമോ? കാത്തിരിക്കാം.